ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മൊത്തമായി കയ്യിൽ നിന്ന് പോയ മട്ടാണ് ഈ അമേരിക്കൻ ട്രംപിനുള്ളത്. ഒരു തവണ പറഞ്ഞു സീസ് ഫയറൊന്നും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല, പുതിയ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിൻ്റെ മുമ്പിൽ ഒരു രാജ്യം ഇതുവരെ കീഴടങ്ങാതെ വന്നിട്ടില്ല. ഇപ്പോൾ അടുത്തായിട്ട് അത് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം പറയുന്നു ഞങ്ങൾക്ക് സീസ് ഫയർ അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇറാൻ ഇനി ഉണ്ടാക്കുകയില്ല. എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് അവർക്കേ അറിഞ്ഞോളൂ. എന്താണെങ്കിലും ആ പറഞ്ഞ വാക്കുകൾ ഇനി ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി പശ്ചിമേഷ്യക്കോ ഇസ്രായേലിനോ ബന്ധപ്പെട്ട മേഖലകൾക്കോ ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് എല്ലാം അടിച്ചമർത്തിയിട്ടുണ്ട് എന്ന വാക്കുകളും പ്രയോഗിച്ചുകൊണ്ട് യുദ്ധം പെടുന്നതിന് അവസാനിക്കാൻ പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു, ഇനി കൂടുതലായിട്ടൊന്നും തകർക്കാൻ ഇറാൻ്റെ മണ്ണിൽ ഇല്ല, മൊത്തമായി ഞങ്ങൾ ഇങ്ങെടുത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അവിടുന്ന് മിസൈൽ പൊന്തുന്നതിനോ ഇങ്ങകലെ 4000 കിലോമീറ്ററുള്ള ആ വലിയ ടാർഗറ്റ് പോയിൻറ്റിനെ ഹിറ്റ് ചെയ്യുന്നതിനോ യാതൊരു തടസ്സം വരുന്നില്ല. ഇത് രണ്ടും കൂടി നോക്കുമ്പം ട്രംപ് മെല്ലെ തലയുരാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു ഇടക്കാല വോട്ടിംഗ് വരുന്നുണ്ട്. അതിനു മുമ്പേ ഇത് തകർത്ത് അതിൻ്റെ ഒരു വിജയാഹ്ലാദം പ്രകടിപ്പിച്ചാൽ ആ വോട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ചെയ്യേണ്ടയില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് തല വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പെടുന്ന ഒരു കിറ്റ് ചെയ്യാന്നുള്ളത് അത് തോൽവിയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മെല്ലെ മെല്ലെ ഇന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളെല്ലാം വിജയിച്ചടക്കിയിട്ടുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്ന ഭൂമി മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ എല്ലാ പദ്ധതികളും നാമാവിശേഷമായി 10 കൊല്ലം കഴിഞ്ഞാൽ ഇനി ഇറാൻ ഈ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2026 ഫെബ്രുവരി 28 മുമ്പത്തെ അവസ്ഥയിലേക്ക് വരുള്ളൂ എന്ന വാക്കുകളൊക്കെയാണ് വലിയ രൂപത്തിൽ ട്രംപിൻ്റെ ന്യായം. പക്ഷേ ട്രംപ് ഒരു അമളി പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം നാറ്റോ സഖ്യത്തിൻ്റെ ഒരു ഉറപ്പ് വാങ്ങാത്തത് ട്രംപിനെ വലിയൊരു പരാജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിനെ തള്ളിക്കൊണ്ട് ഇസ്രായേലും ഈ ട്രംപും മാത്രമാണ് ഈ യുദ്ധത്തിന് മുന്നോട്ട് വന്നത്. ആ ചർച്ചയിലേക്ക് നാറ്റോ സഖ്യത്തിൻ്റെ ഒരാളെപ്പോലും പങ്കെടുപ്പിച്ചിട്ടില്ല എന്ന വസ്തുത ഇപ്പോൾ വലിയ ഒരു അടിയായി അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുകൾ ട്രംപിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ പഴയ കാലത്ത് അഥവാ 2ാം ഘട്ടം ട്രംപ് വന്നപ്പം തീരുവ ചുമത്തിക്കൊണ്ട് ഞങ്ങളെ നാറ്റോ സഖ്യത്തിലുള്ളവരാണെന്ന പോലും ഒരു വില കൽപ്പിക്കാതെ നിങ്ങൾ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളോട് കൂടാൻ ഇപ്പോൾ തൽക്കാലം സാധിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാര കാര്യങ്ങൾ, പൗരന്മാരുടെ സുരക്ഷിതത്വം, അവരുടെ വികാരങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. ഇനി മെല്ലെ മെല്ലെ ആ തല ഊരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. എന്താണെങ്കിലും ചതി അവരുടെ പിന്നിലൂടെ വരും. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ യുദ്ധം നിർത്തുന്നൊന്നല്ല, യുദ്ധം വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്തൊന്നും നമ്മൾക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ടതില്ല. 10 കൊല്ലം വരെ അവർ പുനർജനിക്കില്ല എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് മറ്റൊരു ചതിയുടെ ഭാഗമായിട്ട് നമുക്കിതിനൊക്കെ കാണാൻ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.